എന്നും വ്യത്യസ്തമായ അപ്ഡേറ്റുകൾ കൊണ്ട് സമ്പന്നമാണ് നമ്മുടെ ഫേവറേറ്റ് ആപ്ലിക്കേഷനായ സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനായ വാട്സപ്പ്. വാട്സപ്പിൽ വന്നിട്ടുള്ള രണ്ട് പ്രധാന ഫീച്ചറുകളാണ് ഇന്നത്തെ വീഡിയോ. അതുമാത്രമല്ല, നിങ്ങൾ വീഡിയോ അവസാനം വരെ കാണുകയാണെങ്കിൽ ഇപ്പോൾ വാട്സപ്പിൽ ഏറ്റവും കൂടുതൽ ഫേക്ക് വാർത്തകളും ഫേക്ക് ന്യൂസുകളും എല്ലാം പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് വാട്സപ്പിൽ നിന്ന് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. നമുക്കറിയാം, നമ്മൾ നിരവധി ഗ്രൂപ്പുകളിൽ ജോയിൻ ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഗ്രൂപ്പുകളിലൊക്കെ വരുന്ന വാർത്തകൾ മിക്കതും വ്യാജമായിരിക്കും. വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചു കഴിഞ്ഞാലുള്ള ശിക്ഷാ നടപടികളും, അതുമാത്രമല്ല വാട്സപ്പ് നമ്മുടെ നമ്പർ തന്നെ ബാൻ ചെയ്തു പോകും. ഇതുപോലെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ നമ്പറുകളെയാണ് വാട്സപ്പ് ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വാട്സപ്പിൽ എങ്ങനെയാണ് നമുക്ക് ഫേക്ക് ന്യൂസുകളൊക്കെ കണ്ടുപിടിക്കുക എന്നുകൂടി പറയുന്നുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് ചളമാക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത്തരം ടെക്നോളജി ഇൻഫർമേഷൻ നിങ്ങൾക്ക് ദിവസവും ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ജാഫർ പൊന്നാനി എന്ന ഈ ഒരു യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് വിടാം. ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് വാട്സപ്പ് എന്ന് സെർച്ച് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ വാട്സപ്പ് അപ്ഡേറ്റ് ഉണ്ട് എങ്കിൽ അപ്ഡേറ്റ് ചെയ്യുക. അതിനുശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യുക. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണിക്കുക. ഒന്നുകൂടി ഇങ്ങോട്ട് മേലേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ മുകളിൽ 3 ഓപ്ഷൻ കാണാൻ സാധിക്കും. ആൾ എന്നും അൺറീഡ് എന്നും ഗ്രൂപ്പ് എന്നുമുള്ള 3 ഓപ്ഷൻ. നമുക്കറിയാം, ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വന്നിട്ടുണ്ടാവും. അതിൽ നമ്മൾ റീഡ് ചെയ്യാത്ത മെസ്സേജുകൾ ഇവിടെ അൺറീഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീഡ് ചെയ്യാത്ത എല്ലാ മെസ്സേജുകളും നമുക്കിവിടെ കാണാൻ സാധിക്കും. അതുമാത്രമല്ല, ഈ ഗ്രൂപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നിരവധി ഗ്രൂപ്പുകൾ ഉണ്ടാവും. ഒരു പക്ഷേ കൂടുതൽ ആക്റ്റീവ് ആവാത്ത ഗ്രൂപ്പുകളും, അതുകൂടാതെ തന്നെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പല്ല അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എൻ്റെ ഫോണിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. പക്ഷേ ഈ ഗ്രൂപ്പുകളിലൊക്കെ 3-4 ഗ്രൂപ്പുകളിൽ മാത്രമേ കണ്ടിന്യൂ ആയിട്ട് ആക്റ്റീവ് ഉള്ളൂ. മറ്റുള്ള ഗ്രൂപ്പുകൾ ഒന്നും തന്നെ ആക്റ്റീവ് അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ഗ്രൂപ്പുകളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിച്ച് അതിൽ നിന്ന് എക്സിറ്റ് പോകാനും ഈ ഒരു ഫീച്ചറിലൂടെ സാധിക്കും. ഇനി രണ്ടാമത്തെ ഫീച്ചർ, നമ്മൾ യൂട്യൂബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ ഫോർവേഡിങ്ങും റിസീവ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് ഫോർവേഡൊക്കെ ചെയ്യാൻ സാധിക്കും. പക്ഷേ വാട്സപ്പിൽ ഒരു വലിയ വീഡിയോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് ഭാഗങ്ങളുണ്ടാവും. അതെങ്ങനെ നമുക്ക് ഒഴിവാക്കാം, ഇതുപോലെ എങ്ങനെ ഫോർവേഡ് അടിച്ച് നമുക്ക് കളയാം എന്നുള്ളതാണ്. ഇപ്പോൾ എനിക്ക് ഗ്രൂപ്പിലായിക്കോട്ടെ പേഴ്സണലായിക്കോട്ടെ, ഇപ്പോൾ ഈ ഗ്രൂപ്പിൽ വന്ന വീഡിയോ നമുക്ക് ഇതുപോലെ കാണാനാണ് സാധിക്കുക. പക്ഷേ ഇനി നമ്മൾ ഇതുപോലെ ഡബിൾ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 10 സെക്കൻഡ് 5 സെക്കൻഡൊക്കെ ഇതുപോലെ ഫോർവേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇങ്ങനെ വളരെ എളുപ്പം നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു തീർക്കാനായിട്ട് സാധിക്കും. ഇതാണ് രണ്ടാമത് വന്ന ഫീച്ചർ. ഇനി മൂന്നാമത്തെ ഫീച്ചറാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇപ്പോൾ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോയാണ് ഇത്. ബേപ്പൂർ പുളിമൂട്ടിൽ കടൽ ഭിത്തിയിൽ ആരും ഇരിക്കരുത്, കുട്ടികളുമായി അവിടെ പോയി ഇരിക്കുന്നവർ ശ്രദ്ധിക്കുക, നിരവധി പാമ്പുകളുണ്ട് എന്നൊക്കെയാണ് ഇതിൽ കാണുന്നത്. പക്ഷേ നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാൻ സാധിക്കും ഇത് നമ്മുടെ കേരളത്തിൽ ഉള്ള വീഡിയോ അല്ല എന്നുള്ളത്. പക്ഷേ ഇത് നമുക്ക് എങ്ങനെ ഫേക്ക് ആണോ എന്ന് കണ്ടുപിടിക്കാം. അതിനായിട്ട് നിങ്ങൾ സ്ക്രീനിൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഗൂഗിൾ ലെൻസ് നമുക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സ്ക്രീനിൽ തിരയുക. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷിലാവും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് മലയാളത്തിലേക്ക് ആക്കാനും ഇവിടെ വിവർത്തനം ചെയ്യൂ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ആക്കാനൊക്കെ ആയിട്ട് സാധിക്കും. ഇതിൻ്റെ വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല. അപ്പോൾ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇതുപോലെ നമുക്ക് സ്ക്രീനിൽ തിരയുക എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നമുക്ക് ക്രോപ്പ് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കറക്റ്റായിട്ട് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫോൾട്ടായിട്ട് ഗൂഗിളിലേക്കോ യൂട്യൂബിലേക്കോ പോയി അതിൻ്റെ നിജസ്ഥിതി നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഈ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഉൾപ്പെടെ പലവിധ പേജുകളിലും വന്നിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ്. ഈ ഒരു വീഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വിസിറ്റ് എന്നുള്ള കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വീഡിയോ യൂട്യൂബിലാണോ ഇൻസ്റ്റാഗ്രാമിലാണോ എവിടെയാണ് പോസ്റ്റ് ചെയ്തത് എന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇനി ഇങ്ങനെയും നമുക്ക് അതിൻ്റെ നിജസ്ഥിതി അറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ ഈ വീഡിയോയുടെ കൂടെ ഒരു ടെസ്റ്റും വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഈ വീഡിയോയുടെ കൂടെ ഒരു ടെസ്റ്റും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ ലോങ് പ്രസ് പിടിച്ച് മുകളിലുള്ള 3 ഡോട്ട് പിടിച്ച് കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത ശേഷം നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ആ ടെസ്റ്റ് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്തുകൊണ്ട് സെർച്ച് കൊടുക്കുക. സെർച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് അതിൻ്റെ വാർത്തകളൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് വാർത്തകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല ഫേസ്ബുക്ക് കോഴിക്കോട്ടുകാർ എന്നുള്ള ഗ്രൂപ്പിലും വന്നിട്ടുണ്ട്.
ഇങ്ങനെ നമുക്ക് കോഴിക്കോട്ടുകാർ എന്നുള്ള ഗ്രൂപ്പിൽ ക്ലിക്ക് ചെയ്യാം. കാരണം ഏറ്റവും കൂടുതൽ കോഴിക്കോടുള്ള ആളുകൾ അംഗങ്ങളായിട്ടുള്ള ഗ്രൂപ്പായിരിക്കും ഇത്. അപ്പം ഈ ഒരു ഗ്രൂപ്പിലേക്ക് തന്നെയാണ് വന്നിട്ടുള്ളത്. അതെ, കോഴിക്കോട് ഗ്രൂപ്പിലേക്ക് തന്നെയാണ് നമുക്കവിടെ ക്ലിക്ക് ചെയ്താൽ വന്നിട്ടുള്ളത്. ശേഷം താഴേക്ക് വന്നു കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ ഇവിടെ കാണാൻ സാധിക്കും. ബേപ്പൂർ പുളിമുട്ടിൽ കടൽഭിത്തിൽ കണ്ട ആ ഒരു സംഭവം ഇവിടെ കാണാൻ സാധിക്കും. ഇനി നമുക്കിതിൻ്റെ കമൻറ്റ് ബോക്സിൽ ആയി കഴിഞ്ഞാൽ ഇത് ദുബായിലാണെന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിൽ കണ്ടു, ബേക്കൽ കാസർഗോഡാണെന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിൽ കണ്ടു, തുടങ്ങി ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. മാത്രമല്ല ഇത് ഞങ്ങളുടെ അവിടെയുള്ള പുളിമുട്ടാണെന്ന് പലരും പറഞ്ഞ് അടിച്ചിട്ടുണ്ട്. മലയാളി പൊളിയാണ്. ഇത് വെറുതെ എല്ലാ കഥ പറഞ്ഞ് ആളെ ഭീതിപ്പെടുത്തരുത്. ഇത് ബേപ്പൂർ പുളിമൂടല്ല, ബേപ്പൂർ പുളിമൂട്ടിൽ കല്ലിന് വ്യാസമുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകളുണ്ട്. ഇത് ബേപ്പൂരല്ല, പക്ഷേ എന്നാലും കല്ലുകൾക്കിടയിൽ പോയി ഇരിക്കുന്നു ശ്രദ്ധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ട്. പക്ഷേ ഇത് ഗൂഗിളിലും വന്നിട്ടുള്ളത് ഇത് ബേപ്പൂരല്ല, വിദേശ രാജ്യങ്ങളിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേക്ക് ആയിട്ടുള്ള വാർത്തകളും ന്യൂസുകളൊക്കെ വീഡിയോകളൊക്കെ നമുക്ക് ഇതുപോലെ വളരെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക.